ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 17 രാവായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യലെന്നോ പറയണേ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് വല്യമ്മയുടെ ഉമ്മ എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഉമ്മ ആണെങ്കിൽ നോമ്പിന് ഉണ്ടാക്കുമായിരുന്നു ഒരു പപ്പടവും തേങ്ങാപ്പാലും പിന്നെ പഴവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് യാസീൻ ഓതിക്കഴിഞ്ഞ് യാസീൻ ഓതി തീർന്നു കഴിഞ്ഞിട്ട് ഇതെന്തെടുക്കും കുടിക്കും. അപ്പോൾ അവർക്കൊരു സംതൃപ്തിയുമാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതി എന്നുള്ള രീതിയാകും. അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വല്യമ്മ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഉമ്മ. അപ്പോൾ വല്യമ്മ എപ്പോഴും 17 രാവിലെ അത് ഉണ്ടാക്കുമായിരുന്നു. ഈ പ്രാവശ്യം വല്യമ്മയ്ക്ക് അത് വയ്യാത്തതുകൊണ്ട് എൻ്റെ ഉമ്മയുടെ ഉമ്മയെന്ന് വെച്ചാൽ മണിയമ്മ ആണ് ഈ പ്രാവശ്യം അത് ഉണ്ടാക്കിയത്. അപ്പോൾ 17 രാവിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഞങ്ങളുടെ വീട്ടിൽ അതാണ് കേട്ടോ. അപ്പം അതുണ്ടാക്കിയതിന് കഴിഞ്ഞ ശേഷം പിന്നെ അതിന് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന പോത്തും ബിരിയാണിയാണ്. പിന്നെ കടലക്കറിയും ദോശ ഉണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ചോറ് കൊണ്ടുവരും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കൊണ്ടുവരുമോ പള്ളിയിൽ നിന്ന് ചോറൊക്കെ? അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പള്ളിയിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോത്തും ബിരിയാണി ആയിരുന്നു കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് അത് പിടിക്കത്തില്ല. പോത്ത് എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ നോമ്പ് എന്തൊക്കെയാണെന്നുള്ളൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.